ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വലിയ സീനിയർ സ്വഹാബിമാരിരിക്കുന്ന സദസ്സിൽ ചെന്നിരിക്കാറുണ്ട്. ബദറിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വലിയ മഹാന്മാരായ സ്വഹാബിമാർ. അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങളെപ്പോലെ ടീനേജറായ ഒരു കുട്ടിയെ കൈയും പിടിച്ച് കൊണ്ടുപോകും. അതാരെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു അബ്ബാസിനെയും കൂട്ടിയിട്ട് ഇപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള സ്വഹാബിമാരുടെ അടുക്കൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നും, എന്തിനാ ഈ പയ്യനെ ഇവിടെ നമ്മുടെ കൂടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്? അങ്ങനെ ചിലരെങ്കിലും ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് ഈ സദസ്സിലേക്ക് വന്നു. എന്നിട്ട് എല്ലാവരോടായിട്ടൊരു ചോദ്യം. എന്താ ചോദ്യം? സൂറത്തുൻ നസ്റിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? അപ്പോൾ പലരും പലതും പറഞ്ഞു. അത് വിജയത്തെക്കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ചാണ്, ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഒന്നിച്ചു വരുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവെ ചൂണ്ടിയിട്ട് ചോദിച്ചു, എന്താണ് താങ്കളുടെ അഭിപ്രായം? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ സൂറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തീകരിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ഉണർത്തലാണ്, അവിടുത്തെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിനെ ശരിവെച്ചു. അതാണ് ശരി. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ഈ ടീനേജറായ ഈ കുട്ടിയെ ഈ സദസ്സിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടീനേജേഴ്സ് ആണല്ലോ ഈ ക്യൂ സ്പോട്ടിൽ സംബന്ധിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇബ്നു അബ്ബാസുമാർ നിങ്ങളിൽ നിന്നും ഉണ്ടാകണം. അങ്ങനെ കുഞ്ഞു പണ്ഡിതന്മാരുണ്ടായി വരണം എന്നത് നമ്മുടെയും വലിയൊരു സ്വപ്നമാണ് കേട്ടോ.